നമസ്കാരം. റാഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഈ മിഡ് വീക്കിൽ കിടിലൻ പോരാട്ടങ്ങളാണ് യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ നമ്മൾ കണ്ടത്. സെമി ഫൈനലിലെ ആദ്യപാദ മത്സരങ്ങൾ അവസാനിക്കുമ്പോൾ ടീം ഓഫ് ദി വീക്ക് പുറത്തുവിട്ടിരിക്കുകയാണ് യുവേഫ ചാമ്പ്യൻസ് ലീഗ് അധികൃതർ. അപ്പോൾ അതിൽ ശ്രദ്ധേയമായിട്ടുള്ള കാര്യം, ഈ ടീം ഓഫ് ദി വീക്കിൽ PSG ആധിപത്യമാണ്. 4 PSG താരങ്ങൾ ഇടം പിടിച്ചിട്ടുണ്ട്. അവരുടെ താരങ്ങളാണ് ഏറ്റവും അധികം ഉള്ളത്. പിന്നെ ബാഴ്സലോണയിൽ നിന്നും അതുപോലെ തന്നെ ഇന്റർ മിലാനിൽ നിന്നും 3 വീതം താരങ്ങളുണ്ട്. ആഴ്സണലിൽ നിന്ന് ഒരേ ഒരു താരമേ ഉള്ളൂ. നോക്കാം നമുക്ക് ആരൊക്കെയാണ് PSG നിന്ന്. ഗോൾ കീപ്പർ ജിയാൻലുക്കി ഡൊണാറുമയും, അതുപോലെ ഡിഫൻസിൽ മാർക്കിഞ്ഞോസും, മധ്യനിരയിൽ വിറ്റീഞ്ഞയും, മുന്നേറ്റ നിരയിൽ ഒസ്മാൻ ഡംബലയും ഉണ്ട്. എല്ലാ പൊസിഷനിലും PSG താരങ്ങളുണ്ട് എന്നർത്ഥം. ബാഴ്സയിൽ നിന്നാവട്ടെ റാഫിഞ്ഞയും ലാമിൻ യമാലും പെഡ്രിയുമാണ് ഇടം പിടിച്ചിട്ടുള്ളത്. അതേസമയം ഇപ്പോൾ ഇന്റർ മിലാനിൽ നിന്നാണെങ്കിൽ ബഴേലയുണ്ട്, അതുപോലെ ഡംഫ്രീസ് ഇടം പിടിച്ചിട്ടുണ്ട്, അസർബിയും ഇതിൽ ഇടം പിടിച്ചിരിക്കുന്നു. അതോടൊപ്പം ആഴ്സണലിൽ നിന്ന് ലൂയിസ് കെല്ലിയാണുള്ളത്. അപ്പോൾ നമുക്ക് ആ 11 ഒരു ഫോർമേഷൻ ബേസിൽ തന്നെ നോക്കുകയാണെങ്കിൽ ഗോൾ കീപ്പറായിട്ട് ജിയാൻലുക്കി ഡൊണാറുമ, സെൻട്രൽ ബാക്കുമാരുടെ റോളിൽ അസർബിയുണ്ട്, അതുപോലെ തന്നെ മാർക്കിഞ്ഞോസും ഉണ്ട്. ഇരു പാർശ്വങ്ങളിലായിട്ട് ലൂയിസ് കെല്ലിയും പിന്നെ ഡംഫ്രീസും ഉണ്ട്. മധ്യനിരയിലേക്ക് വരുമ്പോൾ പെഡ്രിയും വിറ്റീഞ്ഞയും ബഴേലയുമാണുള്ളത്. മുന്നേറ്റ നിരയിൽ റാഫിഞ്ഞയും ഡംബലയും യമാലും ഉണ്ട്. അങ്ങനെ 4-3-3 ഫോർമേഷനിലുള്ള ഒരു 11 ഇപ്പോൾ യുവേഫയുടെ അധികൃതർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.